പുതുപ്പള്ളിയിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കേരളം കണ്ടത് വിചിത്രമായ ചില കാഴ്ചകളാണ്. രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കാൾ ഉപരിയായി അന്തരിച്ച ഒരു നേതാവിനെ പുണ്യാളനായി അവരോധിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു ഒരു വിഭാഗം. എന്നാൽ ഈ പുണ്യാളം പരിവേഷത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വച്ച രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെയും കള്ളപ്രചരണങ്ങളുടെയും കഥകൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മക്കളായ ചാണ്ടി ഉമ്മനും മറിയ ഉമ്മനും ചേർന്ന് നടത്തുന്ന വൈകാരിക നാടകങ്ങൾ ആർക്കു വേണ്ടിയാണ്? പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി എന്ന് വിലപിക്കുന്നവർ സത്യത്തിൽ സ്വന്തം പാളയത്തിലെ ചതിക്കുഴികൾ മറച്ചുവെക്കുകയല്ലേ? തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഉമ്മൻചാണ്ടി ഒരു പുണ്യാളനാണെന്ന തരത്തിൽ വലിയ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. ജനങ്ങളുടെ വികാരത്തെ വോട്ടാക്കി മാറ്റാൻ ചാണ്ടി ഉമ്മനും കുടുംബവും നടത്തിയ നീക്കങ്ങൾ ജനാധിപത്യത്തിന് തന്നെ അപമാനകരമാണ്. അപ്പൻ്റെ മരണം പോലും രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന ഈ രീതി ഒരുതരം ശവരാഷ്ട്രീയമാണ്. ഇതിനിടയിലാണ് ഏറ്റവും പുതിയ ആരോപണവുമായി ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയത്. അപ്പൻ്റെ കല്ലറ പണിയാൻ സർക്കാർ അനുവദിക്കുന്നില്ലെന്ന്. എല്ലാം കാണുന്നുണ്ട്, ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. ഒരാവശ്യമില്ലാത്തൊരു വേട്ടയാടലാണ് ഈ സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഭരണത്തിരുന്നപ്പോഴും നടത്തിയത്. അതിന് ജനം കൊടുത്ത് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കല്ലറ ഞാൻ കെട്ടാൻ പോകുന്നത്. 2.5 വർഷം ഞാൻ കല്ലറ കെട്ടാതെ കാത്തിരിക്കുകയായിരുന്നു. UDFിൻ്റെ മുഖ്യമന്ത്രി അധികാരം വയ്ക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നീതി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് കല്ലറ കെട്ടാൻ പോകും. എന്താണ് ഈ കല്ലറ വിവാദത്തിന് പിന്നിലെ സത്യം? പിണറായി വിജയനോ ഇടതുപക്ഷ സർക്കാരോ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതുകൊണ്ടാണോ ഉമ്മൻചാണ്ടിയുടെ കല്ലറ പണി വൈകുന്നത്? ഒരിക്കലുമല്ല. ഇതിൻ്റെ കൃത്യമായ ഉത്തരം അറിയണമെങ്കിൽ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയിലെ സാധാരണക്കാരായ വിശ്വാസികളോട് ചോദിക്കണം. യഥാർത്ഥത്തിൽ നടന്നത് ഇതാണ്. ഉമ്മൻചാണ്ടിയുടെ സംസ്കാരം കഴിഞ്ഞ് മാസങ്ങൾക്കകം തന്നെ കുടുംബവും പള്ളിയും തമ്മിൽ തർക്കം തുടങ്ങിയിരുന്നു. സഭയുടെ നിയമപ്രകാരം സാധാരണക്കാരെ സെമിത്തേരിയിലാണ് അടക്കുന്നത്. എന്നാൽ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ബഹുമാന സൂചകമായി അദ്ദേഹത്തെ പള്ളിമുറ്റത്താണ് സംസ്കരിച്ചത്. അവിടെ അതിഗംഭീരമായ ഒരു കുടുംബ കല്ലറ പണിയണമെന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബം വാശി പിടിച്ചു. സെമിത്തേരിക്ക് പുറത്ത് ഒരു കുടുംബത്തിന് മാത്രമായി ഇത്തരമൊരു സൗകര്യം നൽകുന്നതിനെ ഇടവക അംഗങ്ങൾ എതിർത്തു. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മകനും സഭയിലെ ഔദ്യോഗിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായി മറ്റൊരു പവർ ക്രൂസഡ് ഗ്രൂപ്പിൽ സജീവമാണെന്നിരിക്കെ സഭയുടെ പള്ളിമുറ്റത്ത് അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചത് വിശ്വാസികൾക്ക് അംഗീകരിക്കാനായില്ല. ഒടുവിൽ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലിലൂടെ പള്ളി തന്നെ കല്ലറ പണിയാമെന്ന് തീരുമാനിച്ചു. ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ സമ്മതപത്രവും നൽകി. പക്ഷേ ഇവിടെയാണ് കഥയിലെ വില്ലൻ പ്രത്യക്ഷപ്പെടുന്നത്. കാസർഗോഡ് നിന്നുള്ള മാർബിൾ ബിസിനസ്സുകാരനായ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഈ പണി ഏറ്റെടുത്തു. ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം മൂലം മാർബിൾ സൗജന്യമായി നൽകാമെന്നും ലേബർ ചാർജ് മാത്രം മതിയെന്നും പറഞ്ഞ് പള്ളിയിൽ നിന്ന് 3 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി മുങ്ങി. മാസങ്ങൾ കഴിഞ്ഞിട്ടും പണി നടന്നില്ല. ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. സ്വന്തം നേതാവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പണി മുടങ്ങിയ കല്ലറയുടെ പേരിൽ ഇടതുപക്ഷത്തെ കുറ്റം പറയുന്നത് എന്ത് രാഷ്ട്രീയ മര്യാദയാണ്? CPM ആണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എന്ന് പറയുന്നവരോട് ഒരു ചോദ്യം. അദ്ദേഹത്തിന് കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കാൻ ആരാണ് തടസ്സം നിന്നത്? ഉമ്മൻചാണ്ടി രോഗാവസ്ഥയിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. സർക്കാർ ചെലവിൽ ഏറ്റവും മികച്ച ചികിത്സ നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടും കുടുംബം എന്തുകൊണ്ട് അത് നിരസിച്ചു? മകനും കുടുംബവും അദ്ദേഹത്തെ മുറിയിൽ പൂട്ടിയിട്ട് പ്രാർത്ഥനയിലൂടെ രോഗം മാറ്റാൻ ശ്രമിച്ചു എന്ന ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തെ തള്ളിക്കളഞ്ഞ് അന്ധവിശ്വാസങ്ങൾക്ക് പിന്നാലെ പോയതാണോ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില വഷളാക്കിയത് എന്ന് കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തുന്ന VD സതീശനും സംഘവും അന്ന് എന്താണ് ചെയ്തത്? ഓഫീസ് ദുരുപയോഗം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ധാർമ്മികമായൊരു ഉത്തരവാദിത്തം ഉണ്ട്. അത് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. UDF ഭരണകാലത്ത് ഹൈക്കമാൻഡിന് ഉമ്മൻചാണ്ടിക്കെതിരെ കത്തയച്ചതും തിരുത്തൽവാദികളായി മാറി അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ചതും ഇതേ സതീശനും സംഘവുമല്ലേ? അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചവർ ഇന്ന് വോട്ടിനായി അദ്ദേഹത്തിൻ്റെ പടം നെഞ്ചിലൊട്ടിച്ച് നടക്കുന്നത് ഇരട്ടത്താപ്പല്ലേ? മറിയാമ്മ ഉമ്മൻ്റെ കാര്യമെടുക്കുക. കോൺഗ്രസ് നേതാക്കളെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ മറിയാമ്മ ഉമ്മൻ നടത്തിയ വിമർശനങ്ങൾ കേരളം മറന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അറിയാതെ അറസ്റ്റ് ചെയ്യോ? നിങ്ങൾ പറ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആഭ്യന്തര വകുപ്പ് പരാജയമായിരുന്നുവെന്ന് അന്നത്തെ കോൺഗ്രസ്സുകാർ തന്നെ പറയുമ്പോൾ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമല്ലേ ചാണ്ടി കുഞ്ഞെ? ചാണ്ടി ഉമ്മനും കോൺഗ്രസിനും ഇപ്പോൾ വേണ്ടത് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയല്ല, മരിച്ച ഉമ്മൻചാണ്ടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ വിൽപ്പനയ്ക്ക് വെച്ചാലേ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും.
ആ ഓർമ്മകളെ വിൽപ്പനയ്ക്ക് വെച്ചാണ് ചാണ്ടി ഉമ്മനും മറിയയുമൊക്കെ സൈക്കിളിലും അല്ലാതെയും ഓടി നടന്ന് വോട്ട് ചോദിച്ചത്. സ്വന്തം പാർട്ടിക്കാരൻ പണം തട്ടിച്ചതുകൊണ്ട് കല്ലറ പണി മുടങ്ങിയതും കുടുംബത്തിലെ അന്ധവിശ്വാസങ്ങൾ കാരണം ചികിത്സ വൈകിയതും മറച്ചുവച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് എന്ത് ന്യായമാണ് ചാണ്ടിക്കുഞ്ഞ്? പുതുപ്പള്ളിയിലെ ജനങ്ങളെ വൈകാരികമായി കബളിപ്പിക്കാമെന്ന് ചാണ്ടി ഉമ്മൻ കരുതുന്നുണ്ടെങ്കിൽ അതിനധികം ആയുസ്സുണ്ടാകില്ല. സത്യം ചെരിപ്പിടുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വരുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ സത്യം പുറത്തു വന്നു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കല്ലറ നിർമ്മാണം മുടങ്ങിയത് പിണറായിയോ ഇടതുപക്ഷമോ കാരണമല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ ഉള്ളിലെ തട്ടിപ്പും കുടുംബത്തിലെ തർക്കവും കാരണമാണ്. ഇനി പറ ചാണ്ടിക്കുഞ്ഞ്, ആരാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത്? പുറത്തുള്ള ശത്രുക്കളോ അതോ കൂടെ നിന്ന ചതിയന്മാരോ?